സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് കോവളത്ത് തുടക്കം. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി വി ജോയ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയ് തന്നെ തുടരാനാണ് സാധ്യത. ഡാൻ കുര്യൻ ചേരും വിവരങ്ങളുമായി. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് പ്രതിനിധി സമ്മേളനം തുടങ്ങുകയാണ്. പ്രധാനമായും കോവളത്താണ്. ഈ യുവത്വം വരട്ടെ എന്നാണ് പ്രധാനമായും പറയുന്നത് അല്ലെ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിനിധി സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി ആയിരിക്കും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഇന്നലെ സമ്മേളന നഗരിയിൽ സംഘാടക സമിതിയുടെ ചെയർപേഴ്സണായ ടി.എൻ. സീമ പാർട്ടി പതാക ഉയർത്തിയതോടെയാണ് ജില്ലാ സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമായത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടിയെ സംഘടനാ തലത്തിൽ കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണമെന്നൊരു പൊതു വിലയിരുത്തലുണ്ട്, പൊതു അഭിപ്രായമുണ്ട്. പക്ഷേ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വി ജോയ് തന്നെ തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് തന്നെയാണ് അതിൽ മുൻതൂക്കം ലഭിക്കുകയും ചെയ്യുക എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നു. അദ്ദേഹം സമ്മേളനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഈ റിപ്പോർട്ടിന്മേൽ പിന്നീട് വിശദമായ ചർച്ചകൾ നടക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും മുഴുവൻ സമയവും ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. മംഗലപുരത്തടക്കമുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. മധു മുല്ലശ്ശേരി പാർട്ടി വിട്ട സാഹചര്യം ഏരിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പാർട്ടി വിടാനുണ്ടായ സാഹചര്യം ഇതടക്കം തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഏത് തരത്തിലായിരിക്കണം ഒരുക്കങ്ങൾ സജീവമാക്കേണ്ടത്, ബി.ജെ.പിയുമായി നേർക്കുനേർ ഏറ്റുമുട്ടേണ്ട സാഹചര്യം സിപിഎമ്മിന് പല കേന്ദ്രങ്ങളിലുമുണ്ട്, പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ അടക്കം. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ നേരത്തെ സൂചിപ്പിച്ച പോലെ യുവ പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് ഈ ചർച്ചകൾ കടക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയ് തന്നെ തുടരാനായിരിക്കുമല്ലേ സാധ്യത? അപ്പോൾ തന്നെ പ്രധാനമായും പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതൃത്വത്തിന് പ്രായമായി വരുന്നു, അപ്പോൾ യുവത്വം വരണമെന്ന്. അതിനുള്ള സാധ്യത എത്രമാത്രമുണ്ട് ഡാൻ? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? വി ജോയുടെ നേതൃത്വത്തിൽ പാർട്ടിക്ക് താഴെത്തട്ടിൽ മുതൽ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു പൊതു വിലയിരുത്തലുണ്ട് നേതൃത്വത്തിന്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ ഒഴിവാക്കിയാൽ സംഘടനയെ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായി മുമ്പോട്ട് നയിക്കാൻ വി ജോയ്ക്ക് കഴിയുന്നു എന്ന വിലയിരുത്തലിൽ തന്നെയാണ് അദ്ദേഹത്തെ തന്നെ ഒരു തവണ കൂടി, ഒരു ടൈം കൂടി പരിഗണിക്കാനുള്ള സാധ്യത ഏറുന്ന ഒരു സാഹചര്യം. അതല്ല എങ്കിൽ മറ്റ് പല പേരുകൾ ചർച്ചയിൽ വരും. പക്ഷേ അവിടെ പൊതു സ്വീകാര്യത തന്നെയായിരിക്കും വി ജോയ്ക്ക് അനുകൂല ഘടകമായി മാറുക. മംഗലപുരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും മധു മുല്ലശ്ശേരി രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ഉൾപ്പെടെ മുഴുവൻ നേതാക്കളും വി ജോയ്ക്ക് അനുകൂലമായ നിലപാടായിരുന്നു എടുത്തത്. അതുതന്നെയാണ് വി ജോയ്ക്കൊപ്പമാണ് പാർട്ടി, അല്ലെങ്കിൽ വി ജോയ്ക്കൊപ്പമാണ് ജില്ലാ നേതൃത്വം, മറ്റ് സംവിധാനങ്ങൾ എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെന്ന് മാറിയിരുന്നു. അതുതന്നെയാണ് വി ജോയുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടൈം കൂടി വി ജോയി തിരുവനന്തപുരത്ത് സിപിഎമ്മിനെ നയിക്കാനാണ് സാധ്യതയേറുന്നത്.